ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. തോറ്റു കൊടുക്കാനൊന്നും തീരുമാനിച്ചിട്ടില്ല, പ്രത്യേകിച്ച് അപ്പച്ചിയുടെ മുമ്പില്. പോട്ടെ മോനെ. ഇല്ല, അവരുടെയൊക്കെ മുമ്പിൽ വന്ദനയ്ക്കും ദിയമോൾക്കും ഒപ്പം തല ഉയർത്തി തന്നെ ജഗൻ ജീവിക്കും. അല്ല, ഇവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ? അല്ല, പിന്നെ അച്ഛമ്മയുണ്ട്. അല്ല, അച്ഛമ്മ എവിടെ പോയി? അച്ഛമ്മ മുറിയിൽ കിടക്ക. ഓ, എന്നാ അച്ഛമ്മയുടെ അടുത്ത് പോയി കുറച്ച് കത്തി വയ്ക്കാം. ദാ. ദൈവമേ, ഒരു മുന്നറിയിപ്പും ഇല്ലാതെ വന്ന് കേറിയിരിക്കുകയാണല്ലോ. ഇറങ്ങിപ്പോവാൻ പറഞ്ഞ അത് ഏട്ടൻ ഇഷ്ടപ്പെടുവോ? ഉറ്റ സുഹൃത്താണെന്നല്ലേ പറയുന്നത്. ഏട്ടൻ ഒന്നാമത് സംശയരോഗ. ഇയാളെ ഇവിടെ കണ്ട അത് പ്രശ്നമോ? എന്റെ വെളിപ്പുറത്തമ്മേ ദേവി, ഇനി എന്താ ഒരു മാർഗം? എത്രയായി? 50. വാ. അച്ഛച്ചാ, മോളെ. അച്ഛമ്മേ, മോളെ. അമ്മേ, മോനെ. അച്ഛച്ചാ, വീടൊക്കെ കൊള്ളാവോ? പിന്നെ സൂപ്പറല്ലേ? അമ്മേ, മനോജു സുചിത്രയുടെയും വിനുവേട്ടനൊന്നും വന്നില്ലേ? ഇല്ല മോളെ, സുചിത്രയ്ക്ക് വരണമെന്നുണ്ടായിരുന്നു. പ്രകാശിനെ പിടിച്ച് വരാതിരുന്നതാ. വിനു പാവ എന്തോ ജോലിക്ക് പോയി. വാ അച്ഛാ, വാ അമ്മേ. ആ, എല്ലാരും ഉണ്ടല്ലോ, വരണം. അവിടെ ഇന്ന് എങ്ങനെയാ? വാ. ഇതെങ്ങോട്ട് പിടിക്കും. അച്ഛനും അമ്മയൊക്കെ വന്ന സ്ഥിതിക്ക് പാലുകാച്ച ചടങ്ങ് നടത്തിക്കളയാം. എന്താ വന്നേ? ആ, അതെ, അതും നല്ല തീരുമാനം. നിങ്ങൾ സംസാരിച്ചേക്ക്, ഞാൻ അതിനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്തു കഴിഞ്ഞു. കുറച്ച് പരിപാടി ബാക്കിയുണ്ട്. അപ്പോ ഞാൻ പരിപാടിയൊക്കെ തീർക്കട്ടെ. ശിവേ, ആ, ഇതങ്ങോട്ട് വെച്ചേക്കാം. അച്ഛാ, വീടും സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ടോ അച്ഛന്? പിന്നെ നല്ല സ്ഥലം, ചെറുതാണെങ്കിലും നല്ല വൃത്തിയുള്ള വീടും. മോളെ, ഇന്ന് നിന്റെ പക്കനാളാ. വെളിപ്പുറത്ത് അമ്പലത്തില് രാവിലെ നിങ്ങളുടെ 3 പേരുടെയും പേരിൽ പൂജ നടത്തി. പ്രസാദം സഞ്ചിയിലുണ്ട്. ആ, അത് നന്നായി. അപ്പൊ എന്തുകൊണ്ടും പാലുകാച്ചാൻ പറ്റിയ ദിവസമാണെന്ന്. ജഗ, വീട്ടിൽ തന്നെ വന്നില്ലേ? ഇല്ല, വീട്ടിൽ നിന്ന് തല്ലി ഇറക്കിയില്ലെന്നേ ഉള്ളൂ. അതിനേക്കാൾ വലിയ വേദനയോടെ ഇറങ്ങി വന്നത്. തോറ്റു കൊടുക്കാനൊന്നും തീരുമാനിച്ചിട്ടില്ല, പ്രത്യേകിച്ച് അപ്പച്ചിയുടെ മുമ്പില്. പോട്ടെ മോനെ. ഇല്ല, അവരുടെയൊക്കെ മുമ്പിൽ വന്ദനയ്ക്കും ദിയമോൾക്കും ഒപ്പം തല ഉയർത്തി തന്നെ ജഗൻ ജീവിക്കും. ജഗ, പാല് അച്ഛനുള്ള എല്ലാം റെഡിയായി കഴിഞ്ഞു. ഇനി ആദ്യം വന്ദന ചേച്ചിയുടെ അച്ഛനും അമ്മയും കൂടി ഈ പാല് ആ കലത്തിലേക്ക് ഒഴിക്കണം. ഈശ്വര. അച്ഛാ, അതേട്ടാ.
വന്ദനേച്ചി അടുപ്പ് കത്തിക്ക്. അതാരാ വേറൊരു ഓട്ടോയിൽ വന്നത്? അമ്മേ, വാടക വീടെടുത്ത കഥ പറഞ്ഞു കേട്ടു. നിന്റെ അച്ഛൻ പോലും അറിയാതെയാ ഞാൻ വന്നത്. പെറ്റതല്ലേ. മോന്റെ വാടക വീടൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാന്ന് കരുതി. നന്നായി സുമലരെ, നിങ്ങൾ വന്നതോടെ കുറുപ്പിന്റെ കുടുംബം മുഴുവൻ വന്ന ഒരു നിറവുണ്ടായി. കേറി വാമേ. അമ്മ സമയപ്പോ അടുപ്പങ്ങ് കത്തിച്ച് ചടങ്ങ് തുടങ്ങി. ആ, ക്ഷണിക്കാതെ വലിഞ്ഞു കയറി വരുന്നവർക്ക് കത്തിച്ച അടുപ്പൊക്കെ കാണാൻ പറ്റൂ. പിണങ്ങാതമ്മേ. ഈ സമയത്ത് നിങ്ങൾക്ക് വേണ്ട സാമ്പത്തിക സഹായം ചെയ്യേണ്ടത് ഞങ്ങളുടെ കടമയാ. പക്ഷേ അത് വേണ്ടച്ച, ഞങ്ങളോടൊപ്പം സഹായിക്കാനുള്ള നിങ്ങളുടെ മനസ്സ് തന്നെയാ ഏറ്റവും വിലപ്പെട്ട സഹായം. അതിനപ്പുറം ഒരു പണവും ആരിൽ നിന്നും വേണ്ട. എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം നിന്റെ അപ്പച്ചിയാ. മാനത്തെ കൊട്ടാരം